അപ്പം ഇപ്പോൾ സമയത്ത് 12 മണി ക്ലോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? വെളിച്ചമായിട്ട് കാണൂല. 12 മണിയായിട്ടുണ്ട്. നമുക്ക് നാളെ എന്ന് പറയാനല്ല, ഇന്ന് നമുക്ക് മുത്തപ്പൻകാവ് അമ്പലത്തിലേക്ക് പോകാണ്ട് പറശ്ശിനിക്കടവ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉറങ്ങാൻ പോവാണ്. കുറേ പണി ഉണ്ടായിരുന്നു. ഓരോന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും മക്കൾസിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാനും അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ടാറ്റാ. ഹായ് ഹലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 3:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെന്ന് പല്ല് തേക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നേരെ ചെന്ന് ബ്രഷൊക്കെ ചെയ്തു. അത്യാവശ്യം എഴുന്നേറ്റ സമയത്തൊരു തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കിടക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ളൊരു സമയമാണ്. പിന്നെ പഴം പുഴുങ്ങിയത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പുലർച്ചയ്ക്ക് ഇത് പുഴുങ്ങി വെക്കുന്നത്. എങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലേറ്റായാൽ മക്കൾസിന് പഴം കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പം നേരെ ചെന്നൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. നല്ല തണുപ്പുണ്ടായിരുന്നു കുളിച്ചപ്പം. പിന്നെ ഇതാണ് എൻ്റെ വേഷം കേട്ടോ. അപ്പം ധാവണിയുടെ സെറ്റൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയും വല്യമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ അവരെല്ലാവരെയും കൂട്ടി നമ്മൾ അടുത്തത് പോകുന്നത് ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ആൻറ്റീനെയും പാപ്പനെയും കുഞ്ഞോളെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. ഏകദേശം നമ്മളൊരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5:55 കൂടി നമ്മൾ ആൻറ്റീൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6 മണിയോട് കൂടി നമ്മൾ ടോട്ടലി യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് താണാന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള സ്ഥലമായിരുന്നു. അവിടെ നിന്നൊരു 1/2 hours ആയിരുന്നു നമ്മുടെ മുത്തപ്പൻകാവിൽ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാണ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവർക്ക് കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ പിന്നെ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പഴം ബാക്കി വന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടി ലേറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അത് കഴിച്ചാൽ തണുത്ത് പോകുമല്ലോ, അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇഡ്ഡലി ആട്ടോ അവർ കഴിച്ചത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഉഴുന്നുവട ഉണ്ടായിരുന്നു. മക്കൾസിന് ഞങ്ങൾ ഇഡ്ഡലിയാണ് കൊടുത്തത്. അപ്പോൾ അപ്പുറത്തിരുന്ന മക്കൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ഞങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ 1/2 മണിക്കൂറൂടെ നമുക്ക് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയി പറശ്ശിനിക്കടവിലേക്ക്. അങ്ങനെ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ നടക്കുകയാണ് കേട്ടോ. ചുറ്റും എന്താ പറയുക, ഫാൻസിയും കളിപ്പാട്ടങ്ങളായിട്ട് അടിപൊളിയാണല്ലോ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ഏകദേശം ഒരു 7-8-10 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടോ ഞാൻ പറശ്ശിനിക്കടവ് വന്നിട്ട് കുറേ ആയിട്ട് കൂടി വരികയാണ്. പിന്നെ നമുക്കിനി ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.